തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി ചർച്ച ചെയ്യണമെന്ന് നേതാക്കൾ. കോർ കമ്മിറ്റി വിളിക്കണമെന്ന ആവശ്യവുമായി വി മുരളീധര വിഭാഗം. സംസ്ഥാന അധ്യക്ഷൻ നാട്ടിലെത്തിയിട്ടും കോർ കമ്മിറ്റി ചേരുന്നില്ല എന്നാണ് പരാതി. വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഫണ്ട് തിരിമറിയിൽ ആഭ്യന്തര അന്വേഷണം പൂർത്തിയായ ശേഷം യോഗം വിളിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വി എസ് രഞ്ജിത്ത്, ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അത് സംബന്ധിച്ച് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല, എല്ലാം മാധ്യമ സൃഷ്ടി എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ കോർ കമ്മിറ്റി വിളിക്കണം, വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ കൃത്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. മാധു, ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പൂർണ്ണമായും ഇക്കാര്യങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ആഭ്യന്തര അന്വേഷണം നടത്തി അതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആഭ്യന്തര അന്വേഷണം പൂർത്തിയായ ശേഷം കോർ കമ്മിറ്റി വിളിച്ച് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തത വരുത്തണം എന്ന് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ കൂടെ നിന്ന ആളുകൾ അദ്ദേഹത്തെ ചതിച്ചുവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി വീഴ്ചകൾ സംഭവിച്ചോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് വീഴ്ച സംഭവിച്ചോ എന്ന കാര്യം ആഭ്യന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ശേഷം കോർ കമ്മിറ്റി വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. എന്നാൽ അങ്ങനെ പോരാ. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്ര വിവാദമായിട്ടുള്ള ഒരു വിഷയം പൊതുമധ്യത്തിൽ ചർച്ചയാവുകയും പരാതികൾ ഉയരുകയും ചെയ്തിട്ട് പാർട്ടി ഫോറത്തിൽ എവിടെയും ഇത് ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് മറുവിഭാഗത്തിന്റെ ആക്ഷേപം. വി മുരളീധര വിഭാഗവും കെ സുരേന്ദ്രനും ഒക്കെ കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്നും ആ കോർ കമ്മിറ്റിയിൽ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നൊരാവശ്യവുമാണ് പാർട്ടിയിൽ പറയുന്നത്. പലർക്കും ഇപ്പോൾ തന്നെ ചുമതല മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ചുമതലകൾ ഒഴിവായവർക്ക് പുതിയ ചുമതലകൾ കൊടുത്തു. ഇപ്പൊ അനൂപ് ആന്റണിയൊക്കെ യുവമോർച്ചയുടെ പ്രഭാരി സ്ഥാനത്ത് മാറ്റി അവിടെ അടുക്കൾ പി സുധീറിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ എസ് സുരേഷിനൊന്നും രാജീവ് ചന്ദ്രശേഖരനോട് ചേർന്ന് കാണുന്നില്ല എന്നും പലരും പറയുന്നു. അപ്പോൾ ആരെയെങ്കിലും മാറ്റി നിർത്തിയോ ആർക്കെങ്കിലും നടപടിയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പാർട്ടി ഫോറത്തിൽ വിശദമാക്കണം എന്നുള്ളതാണ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കോർ കമ്മിറ്റി വിളിക്കണമെന്നൊരാവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാവുന്നു. എന്നാൽ എല്ലാം ഒന്ന് വ്യക്തമായ ശേഷം കമ്മിറ്റി വിളിക്കാമെന്ന നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. അല്ല വി എസ് രഞ്ജിത്ത്, അങ്ങനെ ഒരു ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണെങ്കിലും അന്വേഷണം നടക്കണമല്ലോ. തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. പാർട്ടിക്ക് സാധാരണഗതിയിലുള്ള ഒരു ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഓഡിറ്റിംഗിൽ തന്നെ ആരോപണം ഉയർന്ന മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ആരോപണം ഉയർന്ന കാര്യങ്ങളിലുമൊക്കെ റീ ഓഡിറ്റിംഗ് നടത്തി അത് കൃത്യമായി തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ തന്നെ ഓഡിറ്റിംഗ് നടക്കുന്ന സമയമാണ് പാർട്ടിയെ സംബന്ധിച്ച്. മണ്ഡലാടിസ്ഥാനത്തിൽ, സംസ്ഥാന അടിസ്ഥാനത്തിൽ, കേന്ദ്രത്തിന്റെ ഓഡിറ്റിംഗ് സംഘം 3 ലെവലിൽ ഓഡിറ്റിംഗ് പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്കിന്റെ ഓഡിറ്റിംഗ് ആണ് ആദ്യം നടക്കാറുള്ളത്. അതിന് പുറമെ ഇപ്പോൾ വിശദമായ ഓഡിറ്റിംഗ് നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നമ്മൾ തന്നെ നേരത്തെ കൊടുത്തിരുന്നു വോട്ട് പർച്ചേസിന് വേണ്ടി, കൊടി വാങ്ങുന്നതിന് വേണ്ടി, അങ്ങനെ പലതരത്തിൽ VIP-യുടെ താമസവുമായി ബന്ധപ്പെട്ട്, VIP യാത്രയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ തട്ടിപ്പ് നടന്നു എന്നാണ് ആരോപണം ഉയർന്നത്. ഈ ആരോപണം ഉയർന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഓഡിറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ഓഡിറ്റിംഗിന് ശേഷം കാര്യങ്ങൾ കോർ കമ്മിറ്റി വിളിച്ച് പറയാമെന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ കോർ കമ്മിറ്റി വിളിക്കണം എന്നുള്ള നിലപാടിലാണ് മറുവിഭാഗമുള്ളത്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.